സൈനിക സന്നാഹങ്ങളുമായി US മുന്നോട്ട് പോകുന്നു. അതീവ ജാഗ്രതയിലാണ് ഇറാൻ. അതിനിടെ ഇറാൻ, റഷ്യ, ചൈന ഈ 3 രാജ്യങ്ങൾ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു. ഈ രാജ്യങ്ങളിലെ അംബാസഡർമാരാണ് ചർച്ച നടത്തിയത്. വിയന്നയിൽ വെച്ചായിരുന്നു ചർച്ച. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഈ രാജ്യങ്ങളിലെ അംബാസഡർമാർ ചർച്ച നടത്തിയതെന്നാണ് ഇറാനിലെ പ്രമുഖ മാധ്യമം തെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ സമാധാനപരമായ ആണവ പദ്ധതിയെക്കുറിച്ച് 3 രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ഇതുവരെ നിരവധി തവണ ത്രികക്ഷി യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടറായ ജനറൽ റാഫേൽ ഗ്രോസിയുമായി സംയുക്ത കൂടിക്കാഴ്ചയും നടത്തി. US ഇറാനെ ആക്രമിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ റഷ്യയും ചൈനയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നേരത്തെ ആഭ്യന്തര സംഘർഷം പരിഹരിക്കാൻ ഇറാന് പിന്തുണയുമായി ചൈനയും റഷ്യയും എത്തിയിരുന്നു. ഇറാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കണമെന്നാണ് ചൈന പറഞ്ഞത്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ ചൈനയുടെ പിന്തുണ വാഗ്ദാനം ചെയ്തു. ഐക്യരാഷ്ട്രസഭാ മേധാവിയും ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. രാജ്യത്തെ പ്രക്ഷോഭങ്ങളിൽ വിദേശ ശക്തികൾ ഇടപെട്ടത് മന്ത്രി അബ്ബാസ് അരാങ്ചി ഉന്നയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സംഘർഷം ലഘൂകരിക്കാൻ ഇറാന് പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. റഷ്യയും ചൈനയും നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ സാമ്പത്തിക സഹകരണ സഖ്യത്തിൽ സ്ഥിരാംഗമായി ഇറാനുമുണ്ട്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലാണ് 2022 ഇറാൻ സ്ഥിരാംഗത്വം നേടിയത്. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദിൽ നടന്ന ഉച്ചകോടിയിൽ അന്നത്തെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ആയിരുന്നു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. US ആധിപത്യത്തിന് ബദലായി 2002 റഷ്യയും ചൈനയും ചേർന്ന് രൂപം നൽകിയതാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ചൈന, റഷ്യ, ഇന്ത്യ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഈ സംഘടനയിൽ സ്ഥിരാംഗങ്ങളാണ്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ബെലാറൂസ്, മംഗോളിയ എന്നിവ നിരീക്ഷക രാജ്യങ്ങളും അർമീനിയ, അസർബൈജാൻ, കംബോഡിയ, നേപ്പാൾ, ശ്രീലങ്ക, തുർക്കി എന്നിവ പങ്കാളികളുമാണ്. US അടക്കമുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഉപരോധം മറികടക്കാനുള്ള മാർഗം കൂടിയായിട്ടാണ് ഇറാൻ SCOയിൽ സ്ഥിരാംഗത്വത്തിനായി അപേക്ഷിച്ചത്. അതിനിടെ ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ തുടരുമെന്നും US പറയുന്നുണ്ട്. 2ാം ഘട്ട സമാധാന ചർച്ചകൾ ജനീവയിൽ നടക്കും. ഒമാന്റെ മധ്യസ്ഥതയിൽ 17-നാണ് ചർച്ച. ആണവ പരീക്ഷണങ്ങൾ ഇറാൻ പൂർണ്ണമായി നിർത്തണമെന്നാണ് USന്റെ ആവശ്യം. അതിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് USന്റെ ഭീഷണി. എന്നാൽ ഇതിനൊരുക്കമല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ആണവ മിസൈൽ പദ്ധതികൾ നിർത്തിവെച്ച് സമാധാനത്തിനില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാനും. ആക്രമിച്ചാൽ USന്റെ മിഡിൽ ഈസ്റ്റിലെ സൈനിക കേന്ദ്രങ്ങളിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ പറയുന്നു. ഇറാൻ വെറുതെ പറയുന്നതല്ലെന്ന് USനും നന്നായി അറിയാം. കാരണം കഴിഞ്ഞ വർഷം US ഇറാനിലെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ USന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സേനാ താവളമായ അൽ ഉദൈദ് ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ മിഡിൽ ഈസ്റ്റ് മുഴുവൻ യുദ്ധം വ്യാപിക്കും. മേഖലയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ അത് ബാധിക്കുകയും ചെയ്യും.